എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്ലാൻ കിങ്ഡം. പ്ലാൻ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റെ പ്രധാനമായും 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആൽഗെ, 2 ബ്രയോഫൈറ്റ്സ്, 3 ടെറിഡോഫൈറ്റ്സ്, 4 ജിംനോസ്പേംസ്, 5 ആൻജിയോസ്പേംസ്. ഇവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ പോയിന്റ് പ്രൊപ്പോസ്ഡ് ബൈ ലിനേയസ്. പ്രൊപ്പോസ്ഡ് ബൈ ലിനേയസ് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു പേരാണ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ഏർലിയസ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏർലിയസ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ പോയിന്റ് ഏർലിയസ്റ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷനൊക്കെ വളരെ റെയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ യൂസ്ഡ് ഓൺലി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് ക്ലാസിഫിക്കേഷന് വേണ്ടി പരിഗണിച്ചത്. അതിന് എക്സാമ്പിളാണ് ഹാബിറ്റ്. ഹാബിറ്റ് പരിഗണിച്ചു. കളറ്, പിന്നെയോ നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്. ഷേപ്പ് ഓഫ് ലീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറമെ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. ബേസ്ഡ് ഓൺ, അടുത്ത പോയിന്റ്, ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. based on vegetative characters or andrecium structure. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് പ്രധാനമായും ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം വെജിറ്റേറ്റീവ്. റൂട്ട്, സ്റ്റെം, ലീഫ് ഇതൊക്കെ വെജിറ്റേറ്റീവ് പാർട്ടാണ് അല്ലേ? ഇതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലായിരുന്നു പ്രധാനമായും ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ആൻഡ്രീഷ്യം സ്ട്രക്ചറും പരിഗണിച്ചിരുന്നു. ഓക്കെ, ഇനി പ്രധാനമായി ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഡ്രോബാക്സ്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഡ്രോബാക്സ് ആണ് സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. സാമ്യതയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിൽ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഓർഗാനിസത്തിനെ 2 ഗ്രൂപ്പിലാക്കി കളഞ്ഞു. ഓക്കെ, അടുത്ത പ്രശ്നമായിരുന്നു ഗേവ് ഈക്വൽ വെയിറ്റേജ്. ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. നമുക്കറിയാം വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും അല്ലേ? ഒരു ചെടിയെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർത്തിയാൽ രണ്ടും ഒരേപോലെ വെജിറ്റേറ്റീവ് ക്യാരക്ടർ കാണിക്കണമെന്നില്ല. ഇലയുടെ എണ്ണത്തിലും വലിപ്പത്തിലും കളറിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും അല്ലേ? റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, നോക്ക്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? പ്രൊപ്പോസ്ഡ് ബൈ ലിനേയസ്. പ്രൊപ്പോസ്ഡ് ബൈ ലിനിയസ്. രണ്ടാമത്തത് യൂസ്ഡ് ഓൺലി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ് ഉപയോഗിച്ചത്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം സ്ട്രക്ചറിൻ്റെ ബേസിലായിരുന്നു ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഡ്രോബാക്സ് 2 പോയിന്റ് ഓർത്തിരിക്കുക. സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, പിന്നെയോ ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ system of classification. Natural system of classification. ഇനി ഇത് പ്രൊപ്പോസ് ചെയ്തത് ബെന്തം ആൻഡ് ഹുക്കർ ആണ്. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. പ്രൊപ്പോസ്ഡ് ബൈ ജോർജ് ബെന്തം and Joseph Dalton Hooker. ഓക്കെ, നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബെന്തം ആൻഡ് ഹുക്കർ എന്ന് മാത്രം എഴുതിയാൽ മതി.
ബന്ധം ആൻഡ് ഹുക്കർ. മാർക്ക് കിട്ടും. അടുത്ത പോയിന്റ് എന്താണ്? കൺസിഡർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്. ഇവിടെ രണ്ട് ഫീച്ചറും പരിഗണിച്ചു, എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇൻറ്റേർണൽ ഫീച്ചേഴ്സും. കൺസിഡർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്. പുറമേ കാണുന്ന ഫീച്ചേഴ്സും ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ പഠിച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഇൻറ്റേർണൽ ഫീച്ചറിൽ അൾട്രാ സ്ട്രക്ചർ എന്തൊക്കെ വരും? അൾട്രാ സ്ട്രക്ചർ, പിന്നെയോ അനാട്ടമി, എംബ്രിയോളജി, ഇതൊക്കെ പരിഗണിച്ചതിന് ശേഷമായിരുന്നു എന്ത് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഫൈറ്റോ കെമിസ്ട്രി, പ്ലാന്റിൻ്റെ കെമിക്കൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കെമിക്കൽ മെറ്റബോളൈറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഫീച്ചർ പഠിച്ചതിന് ശേഷമായിരുന്നു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. മൂന്നാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് സിസ്റ്റം. ഇതിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ്. ഓക്കെ, ഇനി ഇവർ പറഞ്ഞത് ഓർഗാനിസംസ് ബിലോങ് ടു സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. ഒരേ ടാക്സയിൽപ്പെട്ട ജീവികൾക്ക് എന്താണ്? ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കും. ആൻസെസ്റ്റർ എന്ന് പറഞ്ഞാൽ, ടാക്സ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എക്സിബിറ്റ് സിമിലർ ക്യാരക്ടേഴ്സ് അല്ലേ? ഒരേ സ്വഭാവ സവിശേഷതകളുള്ള ഒരു കൂട്ടം ഓർഗാനിസത്തിന് ഒരു പ്രത്യേക റാങ്ക് കാണപ്പെടുന്ന ഒരു കൂട്ടം ഓർഗാനിസത്തിന് നമ്മൾ എന്ത് പറയും? ടാക്സ് എന്ന് പറയും. ഈ ഒരു ടാക്സയിൽപ്പെട്ട ജീവികൾക്ക് ഒരു കോമൺ ആൻസെസ്റ്റർ ആയിരിക്കും എന്നാണ് ഈ ഒരു ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ബന്ധമാൻ, ഹുക്കർ, പിന്നെയോ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, പിന്നെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇൻറ്റേർണൽ ഫീച്ചേഴ്സും ഒരേപോലെ പരിഗണിച്ചിരുന്നു. മൂന്നാമത് ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ നിങ്ങൾ എവല്യൂഷണറി, ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് മെയിനായിട്ട് ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതർ മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോസിൽ എവിഡൻസ് ആണ്. ഈ ഫോസിൽ എവിഡൻസ് അൺഅവൈലബിൾ ആയിട്ടുള്ളൊരു സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ക്ലാസിഫിക്കേഷന് വേണ്ടി. അതിലൊന്നാമത്തതാണ് ന്യൂമെറിക്കൽ ടാക്സോണമി. ന്യൂമെറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ നമ്പറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡേറ്റാസ് ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? യൂസിങ് അല്ലെങ്കിൽ അസൈനിങ് നമ്പേഴ്സ് ആൻഡ് കോഡ്സ്. അസൈനിങ് നമ്പേഴ്സ് ആൻഡ് codes to all observable characters. To all observable characters. ഒബ്സർവബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും പരിഗണിച്ച് ഓരോ ക്യാരക്ടേഴ്സിനും നമ്പറുകളും കോഡുകളും കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് പറയാം? ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയാം. ഇനി ന്യൂമറിക്കൽ ടാക്സോണമിയുടെ പ്രത്യേകതയാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഈച്ച് ക്യാരക്ടർ. ഇത് ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ക്യാരക്ടേഴ്സ്. എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കമ്പ്യൂട്ടേഴ്സ് ക്യാരിഡ് ഔട്ട് ബൈ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷന്, കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു അനലൈസ് ഡേറ്റ. അനലൈസ് ഡേറ്റ. ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്തിനു കഴിയും? ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് അറ്റ് എ ടൈം. ഒരേ സമയം നൂറുകണക്കിന് ക്യാരക്ടേഴ്സ് പരിഗണിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടറിൽ
ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അടുത്ത ടാക്സോണമിയാണ് സൈറ്റോ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി എന്താ പറ്റി? സൈറ്റോ ടാക്സോണമി. ഓക്കെ, സൈറ്റോ ടാക്സോണമി. സൈറ്റോ മീൻസ് സൈറ്റോളജി അല്ലേ, സെല്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കതെഴുതാം ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്. ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ. സൈറ്റോളജിക്കൽ ഇൻഫർമേഷനാണ് ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സൈറ്റോ ടാക്സോണമി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ, ക്രോമസോം നമ്പർ, പിന്നെയോ സ്ട്രക്ചർ, ബിഹേവിയർ, ഇതൊക്കെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തിൽ വരും? സൈറ്റോ ടാക്സോണമിയിൽ വരും. ഓക്കെ, അടുത്ത നമുക്ക് അറിയാനുള്ളത് എന്താണ്? കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി. ഓക്കെ, കീമോ ടാക്സോണമി. കീമോ മീൻസ് കെമിക്കലാണ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കെമിക്കൽ മെറ്റബോളൈറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയെങ്കിൽ എന്തൊക്കെ കെമിക്കൽസ് ആണ് പ്ലാന്റിലുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കീമോ ടാക്സോണമി എന്ന് പറയും. നമുക്ക് എന്തെഴുതാം? യൂസസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി പ്ലാന്റ്. യൂസസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി പ്ലാന്റ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനും അമിനോ ആസിഡ്, DNA ഒക്കെ വരും. പ്രോട്ടീൻ, അമിനോ ആസിഡ്, DNA എക്സെട്ര. ഇതിനെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചതിന് ശേഷം അത് ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കീമോ ടാക്സോണമി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ നമുക്കറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ എഴുതേണ്ടത് നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ടു ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ്. മെയിനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരേ സമയം പരിഗണിക്കാൻ നമുക്ക് പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. സൈറ്റോ ടാക്സോണമിയുടെ പ്രത്യേകത എന്താ? ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ. അത് കഴിഞ്ഞോ കീമോ ടാക്സോണമി യൂസസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഭാഗത്ത് നിന്ന് അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്